ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കാസ് സുവിശേഷം 1:37. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്നും മറഞ്ഞു. വീണ്ടും ലൂക്കാസ് സുവിശേഷം 1:29 ഇങ്ങനെ അരുളി ചെയ്യുന്നു, ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്രയായി. സ്നേഹമുള്ളവരെ, മറിയത്തിൻ്റെ ഈ തിടുക്കം എന്തിനായിരുന്നു എന്ന് നമുക്ക് വ്യക്തമാണ്. തൻ്റെ ഇളമയായ എലീശാമ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോഴുണ്ടായ ശുശ്രൂഷ മനോഭാവത്തോടെയുള്ള ഓട്ടമായിരുന്നു അത്. നമുക്കും വേണ്ടത് മറിയത്തിൻ്റെ ഈ തിടുക്കവും മറ്റുള്ളവരെ സ്നേഹിക്കാനും സേവിക്കാനും ശുശ്രൂഷിക്കാനുമുള്ള ഒരു മനോഭാവമാണ്. നമുക്കറിയാം, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അമ്മയുടെ ജീവിതം ഒരു പൂമത്തയായിരുന്നില്ല. കാലിത്തൊഴുത്ത് മുതൽ അങ്ങ് കാൽവരി വരെ സഹിച്ചവളാണ് അമ്മ. കാലിക്കൂട്ടങ്ങൾ മേയുന്ന കാലിത്തൊഴുത്തും കല്ലും മുള്ളും നിറഞ്ഞ കാൽവരിയുമൊക്കെ ആയിരുന്നു അമ്മയുടെ സിംഹാസനങ്ങൾ. അപ്പോഴൊന്നും അമ്മ പതറിയില്ല. നിശബ്ദമായി എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചവളാണ് അമ്മ. സ്നേഹമുള്ളവരെ, മറിയത്തിൻ്റെ ഈ നല്ല സ്വഭാവ ഗുണങ്ങൾ നമുക്കും നമ്മുടെ ജീവിതത്തിലേക്കും പകർത്താം. ഇന്ന് അമ്മയുടെ സ്വർഗാരോഹണ തിരുനാളാണ്. ഇന്ന് വൈദികൻ പള്ളിയിൽ പറഞ്ഞ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇതാണ്: മറിയം ഈസ് ദ ഫസ്റ്റ് ബിലീവർ ആൻഡ് ദ ഫസ്റ്റ് ബെസ്റ്റ് ബിലീവർ എന്ന്. വളരെ സന്തോഷം തോന്നിയ നിമിഷങ്ങൾ. പരിശുദ്ധ അമ്മ അതാണ്. സ്നേഹപിതാവായ നല്ല തമ്പുരാനെ, പരിശുദ്ധ അമ്മയെപ്പോലെ കുരിശിൻ ചുവട്ടിൽ നിൽക്കുമ്പോഴും സൗമ്യതയോടെ കാര്യങ്ങളെ കണ്ട അമ്മയെപ്പോലെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിശബ്ദമായി കാര്യങ്ങൾ നടത്താൻ കഴിവുള്ള അമ്മയെപ്പോലെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളിൽ, പ്രതികൂലങ്ങളിൽ, പ്രലോഭനങ്ങളിൽ, പ്രകോപനങ്ങളിൽ പ്രശാന്തരായി ഞങ്ങൾക്ക് കാര്യങ്ങളെ നേരിടാനുള്ള ഒരു കൃപ ഇന്ന് അമ്മ ഈശോ തമ്പുരാനോട്, തൻ്റെ പുത്രനോട് മാധ്യസ്ഥപേക്ഷിച്ച് ഞങ്ങളുടെ കുറവുകളെ നിറവുകളാക്കാനും അത്ഭുതം പ്രവർത്തിക്കാൻ തക്കവിധം മകനെ പ്രേരിപ്പിച്ച അമ്മയുടെ നല്ല ഒരു സ്വഭാവത്തിൽ ഈശോയെ ഞങ്ങളും ആകൃഷ്ടരായി പരിശുദ്ധ അമ്മയെപ്പോലെ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.